നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയുന്ന ഇതാണ്: മമ്മൂട്ടിയുടെ സിനിമ കണ്ടാൽ ഭാഗ്യം ഉണ്ടാവുമോ? പ്രശസ്തരായ ആൾക്കാർ വണങ്ങിയാൽ ഭാഗ്യം ഉണ്ടാവുമോ? ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയട്ടെ. എനിക്ക് 64 വയസ്സുണ്ട്. അപ്പോൾ 64 വയസ്സുള്ള ഒക്കെ ഞാൻ ഏതെങ്കിലും ഈ പറഞ്ഞ സ്വയം എത്തി പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കുക. അത് പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയാതെ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ 64 വർഷമായിട്ട് പലർക്കും കഴിഞ്ഞിട്ടില്ല, ഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പച്ചക്കങ്ങ് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ ഏറിപ്പോൾ 2-3 വർഷം കൂടെ ഉണ്ടാകും. 64 വയസ്സായി, ഏത് വിഷവും മരണം സംഭവിക്കാം. ഓക്കെ. അതിനു മുമ്പ് പരമാവധി പേർക്ക് വെളിച്ചം പകർന്ന് നൽകിക്കൊണ്ട് ഇരിക്കാനാണ് എൻ്റെ തീരുമാനം. നോക്കൂ, ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റും ശ്രദ്ധിക്കുക. സന്തോഷം തരുന്ന സംഭവങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീ ആദ്യത്തെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യമൊന്നും ഉണ്ടായില്ല എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ സംഭവം എന്താണ്? സത്യം നേരെ തിരിച്ചാണ്. ആ സ്ത്രീ തന്നെ എന്നോട് മാത്രമല്ല, വാട്സാപ്പ് ഗ്രൂപ്പിലും 2-3 തവണ വളരെയധികം സൗഭാഗ്യം കിട്ടിയ കാര്യം അവർ തന്നെ പറഞ്ഞിരുന്നു, എന്നോടും പറഞ്ഞിരുന്നു. ലോൺ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ഇതൊക്കെ ഭാഗ്യം അനുഭവം ഉണ്ടായത് അവർ തന്നെ പറഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടത്. ഞാൻ 5 വർഷമായിട്ട് ഒരു ഭാഗ്യവും ഉണ്ടായില്ല. ഓക്കെ. സംഭവം ഇതാണ്: ഭാഗ്യം അതെല്ലാവർക്കും വേണം. ഓക്കെ. അതിനു വേണ്ടി ഉള്ള ടിപ്പുകളാണ് ഞാൻ പൊതുവെ ഈ എൻ്റെ ചാനലിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇതാണ്: പ്രശസ്തരുമായിട്ട് സൗഹൃദം പങ്കുവെച്ചാൽ ഭാഗ്യം ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തവണ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോയി ഞാൻ കുടുംബസമേതം. അപ്പോൾ ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്. 6-6:30 സമയത്തുള്ള സന്ധ്യയ്ക്കുള്ള ഷോയ്ക്കാണ് പോയത്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ഒറ്റപ്പെട്ട കനത്ത മഴ ഉണ്ടായി. ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത്. ഓക്കെ. അതായത് ഏതാണ്ട് ആ 1.5 മാസത്തിനിടയ്ക്ക് മഴയെന്ന് പറയുന്നത് അശേഷം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അന്ന് അതിശക്തമായ മഴ വന്നു. ഓക്കെ. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ സ്റ്റെയർകേസിൻ്റെ വാതിലിൽ കൂടെ കുറേ ഭാഗത്ത് വെള്ളമൊക്കെ കയറി. അത്ര അതിശക്തമായ മഴ ഉണ്ടായി. മഴ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ഓക്കെ. അന്ന് ഈ പറഞ്ഞ അങ്ങനെ സംഭവിച്ചു. തൊട്ടടുത്ത ദിവസം, ഞാൻ ബിസിനസ്സുകാരനാണ്, അറിയാമല്ലോ. ഒരു ബിസിനസ്സല്ല, നിരവധി ബിസിനസ്സുകൾ എനിക്കുണ്ട്, ഓൺലൈൻ ബിസിനസ്സുകൾ ഉൾപ്പെടെ. ഓക്കെ. അതിലെല്ലാം അസാമാന്യമായിട്ടുള്ള ധനപരമായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമ കണ്ട് അടുത്ത ദിവസം മുഴുവൻ 100%, അതായത് റെക്കോർഡ് ലാഭമാണ് എനിക്ക് അന്നുണ്ടായത്. മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല, മോഹൻലാലിൻ്റെ, സുരേഷ് ഗോപിയുടെ ഒക്കെ
അതായത് ഭാഗ്യം ഉള്ളവരുമായിട്ട് സഹകരിക്കാം. ഓക്കെ, മമ്മൂട്ടി ഭാഗ്യമില്ലാത്തവനാണെന്ന് ആരും പറയത്തില്ല. ഓക്കെ, ലാലേട്ടനാണെങ്കിൽ സ്വർണ്ണ ഖനിയാണെന്നാണ് നമ്മുടെ സിബി മലയിൽ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സുരേഷ് ഗോപി ചേട്ടൻ അതുപോലെയൊക്കെ തന്നെ. അതുപോലെ നിരവധി ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് കാണുക. ഓക്കെ, അതുപോലെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പ്രശസ്തരാവുന്നത് എങ്ങനെയാണ്? ഭാഗ്യമുള്ളവരാണ് പ്രശസ്തരാവുന്നത്. അത് ഏത് രംഗത്തെ, സിനിമാ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയത്തിലായാലും ഏത് രംഗത്തും പ്രശസ്തരായ ആൾക്കാർ തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവരായിരിക്കും. ഞാൻ സാധാരണ പ്രശസ്തരായിട്ടുള്ള ആരെ കണ്ടാലും, അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഇന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളാണെന്നോ എന്നും ജാതിയും മതവും ഒന്നും നോക്കാറില്ല. ഞാൻ പറ്റുമെങ്കിൽ അവരെ ഹഗ് ചെയ്യാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. പിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റാത്തവരെ കുറച്ച് ദിവസം ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഇപ്പോൾ മമ്മൂക്കെ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാനും അദ്ദേഹം ചേർന്ന് നിന്ന് ഈ മറ്റേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 8 വർഷം, ഒരു 10-12 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്, ഈ പ്രശസ്തരായ ആൾക്കാരെ വണങ്ങുക, കുറഞ്ഞ വർഷം നമസ്കരിക്കുക, പറ്റുമെങ്കിൽ കാല് തൊട്ട് നമസ്കരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശസ്തി വരുന്നത് സൗഭാഗ്യം കൊണ്ടാണ്. ഓക്കെ, അവരുമായിട്ട് ഹസ്തദാനം ചെയ്യുകയോ ആലിംഗനം ചെയ്യുക, ഹഗ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പകരും. പാവപിടിച്ച നമുക്ക് കുറച്ച് ഭാഗ്യമൊക്കെ കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ ശ്രീ വി സാംബശിവൻ, നിങ്ങൾക്കെല്ലാം അറിയാം, സർവകലാവല്ലഭനായിരുന്ന ശ്രീ വി സാംബശിവൻ, അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ശരി, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, ഓഡിയോ കഥാപ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിളാണ്. യൂട്യൂബിലൊക്കെ നിസ്സാരമായിട്ട് കിട്ടും. ഓക്കെ, അത് കണ്ടാൽ ഭാഗ്യമുണ്ടാകും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, മിക്കവാറും ഞാൻ കാണുന്ന ശ്രീ വി സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗം എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന കഥ, അതിൻ്റെ ഓഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്, പല ചാനലുകളിലുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങാൻ മുഴുവൻ കാണാപ്പാടമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ശ്രീ വി സാംബശിവൻ്റെ കഥാപ്രസംഗം വിലയ്ക്ക് വാങ്ങാമാണ്. അതുപോലെ തന്നെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. 1 മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാമാണ് ലഭ്യമായിട്ടുള്ളത്, ഓഡിയോ. അതേസമയം കുമാരനാശാൻ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്, അതിൻ്റെ ഓഡിയോ 1 മണിക്കൂർ. അതിൽ നന്നായിട്ട് നല്ല രസമാണത് കേൾക്കാൻ. അത് നമുക്ക് കലാപരമായിട്ടുള്ളൊരു ഔന്നത്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ശ്രീ വി സാംബശിവനെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഇത് പറയാം. അതായത് അദ്ദേഹം അതിപ്രശസ്തനാവുന്നത് കലാപരമായ കഴിവുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് ഭാഗ്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം ഒരു അമ്പലത്തിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടക്കുമെന്നാണ് പലരുടെ അനുഭവം. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ആർട്ടിസ്റ്റ് ഡോക്ടർ JD ഗോപൻ. നിങ്ങൾക്കറിയാമായിരിക്കും. അതായത് ഉത്സവ ഫ്ലോട്ടുകളുടെ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ പരിപാടി അതാണ്, ഉത്സവ ഫ്ലോട്ടുകൾ. അത് 1, 2 ഒന്നുമല്ല, അത് അദ്ദേഹത്തിൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കാറുണ്ട്, ഉമ്മയും കൊടുക്കാറുണ്ട്. ഹസ്തദാനമൊക്കെ നിസ്സാരമായിട്ട് എപ്പോഴും ചെയ്യാറ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ ദിവസവും വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് ഞാൻ നിർബന്ധമായിട്ടിടും. വേറെ ആർക്കും ഇട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൗഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ്, അസാമാന്യമായിട്ടുള്ള സൗഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. അതായത് ഞാൻ ചെല്ലുമ്പോൾ ബുക്കിംഗ് നടക്കുകയാണ്. ഈ ഉത്സവ ഫ്ലോട്ടുകളുടെ ബുക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ 3 ചെറുപ്പക്കാരാണ് വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അതിൽ ഒരുത്തൻ പറഞ്ഞ ഇതാണ്, ആദ്യം 2 വർഷം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേരിലാണ് ഫ്ലോട്ട് ബുക്ക് ചെയ്തത്. ആ വർഷം എനിക്ക് സർക്കാർ ജോലി ലഭിച്ചു. ഓക്കെ, കഴിഞ്ഞ വർഷം ഇവൻ്റെ പേരിൽ, വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞു, ഇവൻ്റെ പേരിലാണ് ഫ്ലോട്ട് ബുക്ക് ചെയ്തത്. കഴിഞ്ഞ വർഷം അവന് സർക്കാർ ജോലി ലഭിച്ചു. ഇത്തവണ ഇവൻ്റെ പേരിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഇവനും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് സംഭവം. അതായത് ശ്രീ വി സാംബശിവനും ശ്രീ JD ഗോപനും സൗഭാഗ്യമുള്ള മനുഷ്യരാണ്. അവരുടെ കലാരൂപം നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യം വരുന്നു. അതും വലിയൊരു കാരണമാണ് ഇവരൊക്കെ പ്രശസ്തരായിട്ട് തുടരുന്നതിൻ്റെ ഒരു കാരണവും. ശ്രീ ആർട്ടിസ്റ്റ് JD ഗോപനെ പറ്റി അദ്ദേഹത്തെ മാത്രം വെച്ച് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഐഡിയ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ അതിപ്രശസ്തരായിട്ടുള്ള ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്കതൊന്നും നോക്കണ്ട. അതിപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇല്ലാത്ത ആരാണ്? അതായത് കേരളത്തിലെ സെലിബ്രിറ്റീസിൽ ഏകദേശം 90% പേരും ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പേരുദോഷം വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. നെഗറ്റീവായിട്ട് പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമുള്ള ആൾക്കാർ എന്നുള്ള അവരെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഏതാണ്ട് നമ്മളെല്ലാവരും തന്നെ, ഞാനും നിങ്ങളും എല്ലാവരും 100% പേരും ഏതെങ്കിലും കുറ്റങ്ങളും കുറവുള്ളവരായിരിക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. നെഗറ്റീവായിട്ടുള്ള ഭാഗം നമുക്ക് നോക്കണ്ട. ഏതൊരു വ്യക്തി എടുത്താലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. മറിച്ച് അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ, ഓക്കെ, അത് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടത് ഭാഗ്യമാണ്. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഓക്കെ, അതിപ്രശസ്തനാണ്. പക്ഷേ അദ്ദേഹത്തിന് നിരവധി തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കഥകൾ വന്നു കഴിഞ്ഞു. അത് സത്യമാണോ അല്ലയോ എന്നുള്ളതല്ല. ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്യും, ഹഗ് ചെയ്യുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ അതിപ്രശസ്ത, ഈ അസാമാന്യമായിട്ടുള്ള അതിശക്തങ്ങളായിട്ടുള്ള യോഗങ്ങളുള്ളവരാണ് അതിപ്രശസ്തരാകുന്നത്. അതിൽ തന്നെ ഈ ശശമഹായോഗം, അതുപോലെ ചക്രവർത്തി യോഗം, ഇതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വിവാദങ്ങളിൽ പെടും. ഇപ്പോൾ ഇറച്ചിക്കറിക്ക് എരിവുള്ളതുപോലെ ഈ ശശമഹായോഗത്തിനും ചക്രവർത്തി യോഗത്തിനും, അതായത് നീചഭംഗ രാജയോഗം, അതൊക്കെ ഉള്ളവർക്ക് ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വിവാദങ്ങളുടെ പെരുമഴയായിരിക്കും. ഇതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവരായിരിക്കും. പക്ഷേ അവരെ ചുറ്റിപ്പറ്റി നിരവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം. നമ്മൾ അതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട. മറിച്ച് നമുക്ക് വേണ്ടതെന്താണ്? ഭാഗ്യം.
ഓക്കെ, തൽക്കാലം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ. ഇനി വേറൊരു വിഷയമായിട്ട് തീർച്ചയായിട്ടും മറ്റൊരു ദിവസം വരാം. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.